പൊതിച്ചോറ് വിവാദം ഇവിടെ കത്തിപ്പടർന്നിരുന്ന ഒരു കാര്യമായിരുന്നു കൃഷ്ണന്തു. ഇവിടെ വലിയ വിഷയമായ ഒരു കാര്യമാണ്. എന്നാൽ ആ വിഷയത്തിൽ ഇവിടെ കെ മുരളീധരൻ തന്നെ വന്ന് കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. 2 മാസം താൽക്കാലികമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും അവിടെ പറയുന്നുണ്ട് പക്ഷേ ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോറ് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കും എന്നുള്ള കാര്യം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ വരികയാണെങ്കിൽ അവിടെ മറ്റ് എല്ലാ സംഘടനകൾക്കും, അവിടെ ഫുഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്ന എല്ലാ സംഘടനകളും, നിരവധി സംഘടനകളുണ്ട്. ഇപ്പോൾ BJPയുടെ ആയാലും RSS, അങ്ങനെ നിരവധി, KSU കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഘടനകൾ അവിടെ ഫുഡ് കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുന്നതിലൂടെ അവർക്ക് ആ കിച്ചണുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കൃത്യമായൊരു സഹകരണം കൊടുത്ത് ഫുഡ് നൽകാൻ സാധിക്കില്ലേ? ഞാൻ ഇതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമായിട്ടാണ് കണക്കാക്കുന്നത് വിഷ്ണു. കാരണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന, വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന പൊതിച്ചോറുമായി ബന്ധപ്പെട്ട ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാം. DYFI എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാമോ? അവരുടെ ഒരു ക്യാമ്പയിനാണ് ഈ പറയുന്ന പൊതിച്ചോറ് വിതരണം. ഇത് വർഷാരംഭം തന്നെ ഈ ക്യാമ്പയിൻ ഏതൊക്കെ കമ്മിറ്റികളാണ്, ഏതൊക്കെ ദിവസങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ളൊരു കൃത്യമായ ചാർട്ട് DYFIക്ക് ഉണ്ടാവും. അതിനുശേഷം അത് മുൻകൂട്ടി 1 മാസം മുന്നേ ആ കമ്മിറ്റികളെ അറിയിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന സ്ഥലമാണ്. 1000 മുകളിൽ പൊതിച്ചോറുകൾ അവിടെ പലപ്പോഴും ആവശ്യമാകാറുണ്ട്. ഇപ്പോൾ ജില്ലാ ആശുപത്രികൾ മാത്രമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടേക്ക് അത്ര അധികം പൊതിച്ചോറുകൾ ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ചൊരു കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് കൃത്യമായി മുന്നേ കൂട്ടി ആളുകളെ കണ്ട് പൊതിച്ചോറിൻ്റെ ദിവസം ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതിച്ചോറ് വാങ്ങിച്ച് അത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന നല്ല ഭംഗിയായ ചുമതല നിർവഹിക്കുന്ന ഒരു സംഘടനയാണ്, യുവജന സംഘടനയാണ് DYFI. വിഷ്ണു പറഞ്ഞല്ലോ, RSS കൊടുക്കുന്നുണ്ട്, KSU കൊടുക്കുന്നുണ്ടെന്നൊക്കെ. സീസണലായിട്ട് മാത്രമാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്, എന്തെങ്കിലും ഒരു ദിവസങ്ങളിൽ മാത്രം. ഇതിപ്പോൾ ഓണത്തിന് അവിടെ മുടക്കില്ല. ഓണത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോയാൽ മതി. തിരുവോണ ദിവസം ആ ദിവസങ്ങൾ അടുപ്പിച്ചൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൊതിച്ചോറല്ല, സദ്യയാണ്, പായസം കൂട്ടിയുള്ള സദ്യയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ DYFI ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പൊതിച്ചോറ് കൊടുക്കണ്ട, അവിടെ സ്ഥലം കയ്യേറിയേക്കാണ് എന്നൊക്കെ പറയുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? DYFIയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. DYFI കൊടുക്കണ്ട എന്ന രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ആ കൂട്ടത്തിൽ തന്നെ ഞാനും കാണുന്നുള്ളൂ കൃത്യമായി നടക്കുന്നൊരു സേവനത്തെ. കുറച്ചും കൂടെ ഇത് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടെ ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഞാനൊരു സാധാരണക്കാരൻ്റെ ഒപ്പം നിന്നാണ് സംസാരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ഇതിൽ ആളുകൾക്ക് കുറച്ചും കൂടെ ഒരു ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു സാധ്യത അതെങ്ങനെയാ ചൂടുള്ള ഭക്ഷണമായിട്ട് നമുക്കിതിനെ ന്യായീകരിക്കാനായിട്ട്? വീട്ടിൽ നിന്ന് പൊതിച്ചോറിൽ വാഴയിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് പോലും അനുവദനീയമല്ല. ആ തരത്തിൽ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് ചൂടുള്ള ഭക്ഷണം എന്നല്ല, അവിടെ അമ്മമാരുടെ സ്നേഹം, സ്ത്രീകളുടെ സ്നേഹം ഒക്കെ നമ്മൾ അതിനെ പരിഗണിക്കണം. ഒരിക്കലും ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല. ഇപ്പൊ VD സതീശൻ സർക്കാർ തന്നെ, VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, VD സതീശൻ വരെ പറഞ്ഞു, നമ്മൾ അദ്ദേഹം DYFI പൊതിച്ചോറ് കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് VD സതീശൻ വരെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനതിനെ ഒരിക്കലും അപമാനിക്കുന്നതല്ല, ഞാനും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനും അവരുടെ പൊതിച്ചോറ് കഴിച്ചിട്ടുള്ളൊരു കാര്യം കൂടെയാണ്, കഴിച്ചിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. ഞാനും അവിടെ വണ്ടാനത്ത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഞാനും കഴിച്ചിട്ടുള്ള കാര്യം. നമ്മൾ അങ്ങനെ അതിനെ അപമാനിക്കുന്നത് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ അത്രയും റെസ്പെക്റ്റോടെയാണ് കാണുന്നത്. ഞാൻ ചോദിച്ചതല്ല, ഇവിടെ നിരവധി ആളുകളിൽ, ഇപ്പോൾ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിലാണ് ഈ DYFI പൊതിച്ചോറുമായി ഇവിടെ ആശുപത്രിയിലെത്തുന്നത്. ഇതൊരു കമ്മ്യൂണിറ്റി കിച്ചണുമായി ബന്ധപ്പെട്ടാണ് സഹകരണം നടത്തുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ, ഈ ആളുകൾക്ക് കുറച്ചും കൂടെ ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് പേരുടെ കഷ്ടപ്പാട് എന്ന് വിഷ്ണു സൂചിപ്പിച്ചു. പക്ഷേ DYFI പ്രവർത്തകർ അത് ചെയ്യുന്നതിൽ സംതൃപ്തരാണെങ്കിലോ, ആ കഷ്ടപ്പാട് ഏറ്റെടുക്കാൻ സംതൃപ്തരാണെങ്കിലോ, അല്ലാതെ വർഷങ്ങളായിട്ടുള്ള ഈ പ്രവർത്തനം ഇത്രയും നാൾ തുടർന്നു പോകില്ല, ഇത് വളരെ മോശമെന്നല്ല,
എന്താ എക്സ്ട്രാ ബേർഡൻ ആണ്, സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ജോലി ഭാരമാണ്, ഇത് സാധിക്കുന്നതല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഡിവൈഎഫ് ഇത്രയും നാൾ ഈ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. അപ്പോൾ കഷ്ടപ്പെടാൻ ഡിവൈഎഫ്ഐ തയ്യാറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഞാൻ ചൂടോടെ ഭക്ഷണം എന്നുള്ളതിന് എനിക്ക് എന്താ അതിൽ മറുപടി പറയണ്ടേന്ന് അറിയില്ല. കാരണം പൊതിച്ചോറിനെ നമുക്ക് ചൂടുള്ള ഭക്ഷണമായിട്ട് കൂടുതൽ ആശുപത്രി ആളുകളാണല്ലോ, ആശുപത്രി നിവാസികളാണ്. അപ്പൊ അവർക്ക് എന്തായാലും ചൂടുള്ള ആഹാരം കഴിക്കാനായിരിക്കും പൊതുവെ ഡോക്ടർ സജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. ഞാൻ പറയുന്നല്ല, ഞാൻ ഒരിക്കലും അവരെ എതിർത്ത് സംസാരിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കില്ലേ പൊതുവെ ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ട, ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ കൊടിത്തോരണങ്ങൾ വേണോ ഒരു ഭക്ഷണം വിതരണം ചെയ്യാൻ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ചും കൂടെ അങ്ങനെ എന്തെങ്കിലും വേണോ? ഡിവൈഎഫ്ഐയുടെ കൊടി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ മാത്രമല്ല, അവിടെ BJPയുടെ കൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടി വെച്ചിട്ടോ ഒരാൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ആശുപത്രികളിൽ എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിത്തോരണങ്ങൾ വന്നു കയറുന്നത്? അതൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ വളരെ വിസ്തീർണമുള്ള സ്ഥലമാണ്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഒരു കൊടി ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അത് ഭക്ഷണം കൊടുക്കാനുള്ളൊരു കൗണ്ടറാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ചോദിച്ചാൽ ഡിവൈഎഫ്ഐ ആണോ അവിടെ ഭക്ഷണം കൊടുക്കുന്നത്? ഡിവൈഎഫ്ഐ ഒരു ഇടത് സംഘടനയാ. അതിനപ്പുറത്തേക്ക് എന്താ നമ്മളവിടെ സൂചിപ്പിക്കേണ്ടത്? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പൊ എഴുതി വെച്ചാൽ മതിയല്ലോ, സൗജന്യ ഭക്ഷണ വിതരണമോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയല്ലോ. ഞാൻ അതിലൊരു ഐഡന്റിറ്റിയായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് നിരവധി സംഘടനകൾ ആഹാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ മിക്ക സംഘടനകളും അവിടെ ഇപ്പോൾ കുടിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു താമസ സൗകര്യം പോലെ കെട്ടിയിട്ട് അങ്ങനെയാണ് ഇവർ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതവിടെ ആശുപത്രി നിവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിലും അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതാണ് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും എല്ലാവർക്കും എന്നാണ് ഇവിടെ നമ്മളുടെ കെ മുരളീധരൻ മന്ത്രി പറയുന്നത് അല്ലേ. അപ്പോൾ അത്തരം ന്യായീകരണങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെ മാറ്റി നിർത്താൻ സാധിക്കുക? നോക്കൂ, കമ്മ്യൂണിറ്റി കിച്ചണുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങുന്നത് ജി സുധാകരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ആരും വേണ്ട, ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഏതെങ്കിലും രോഗി പറഞ്ഞതായിട്ട് അറിവുണ്ടോ വിഷ്ണുവിന്? ഒരിക്കലും ഇല്ല. ഈ പാർക്കിങ്ങിന് തടസ്സമുണ്ടെന്ന് ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇതിപ്പോ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പൊതുവെ ഒരു മറ്റേത് സംഘടനയാണ് ഇത്ര കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നത്? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു സംശയമാണ്, ഈ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി കൊടുക്കുമ്പോൾ കൃത്യമായ ഭക്ഷണത്തിന് കൃത്യമായി കൊടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കും ഓഡിറ്റും ഒക്കെ കൃത്യമായിട്ട് വരുമാനവും കൃത്യമായിട്ടൊക്കെ രേഖപ്പെടുത്താൻ സാധിക്കില്ലേ കുറച്ചുകൂടെ? അതുമാത്രമല്ല, ഇതിപ്പോൾ നിരവധി പരാതികൾ അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ അവർ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം. ഇത്തരം പരാതികൾ വന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഇത്തരം ഒരു നടപടി എടുക്കുന്നു എന്നാണ് നമ്മളുടെ ആരോഗ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ പരാതിയിലേക്ക് ആദ്യം കടക്കാം. ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു സ്ഥലമായിക്കോട്ടെ, ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടായിരിക്കും എന്താ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് ക്യാൻറ്റീൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പിലാക്കുന്നു. രണ്ടും ഒരേ സ്ഥലമല്ല ഏറ്റെടുക്കുന്നത്. ക്യാൻറ്റീനിൽ അല്ല കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് കൂടുതൽ സ്ഥലം വേണം. അതിൽ കുറച്ച് സ്ഥലം മതി ഒരു പെട്ടിവണ്ടി സൈഡിലിട്ട് ഒരു ഡെസ്ക് വലിച്ചിട്ട് പൊതിച്ചോറ് കൊടുക്കാൻ. അവിടെയാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. പിന്നെ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഓഡിറ്റ്, കൃത്യമായി കണക്ക് കാര്യങ്ങളുണ്ടാവുന്നത്. എങ്ങനെയാണ് ഇതൊരു ഇരട്ട സംവിധാനത്തിലേക്ക് പോകുന്നത്? സുതാര്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ വിഷ്ണു? അതായത് ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളൊക്കെ ഈ ആരോഗ്യവകുപ്പ് വളരെ കൃത്യമായി ഇടപെടേണ്ട സ്ഥലങ്ങളാണ്. ഇവിടെ കൊടുക്കേണ്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യത്തിൽ നിന്ന് വഴി തെന്നി ഈ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് മാറിപ്പോയാലുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വാർത്തകളൊന്ന് വിശദീകരിച്ചാൽ മാത്രം മതി, അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. സർജറി ചെയ്യാനായിട്ട് താമസം വരുന്നു, വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുന്നു, ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിക്കുന്നു വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്, ജനറേറ്റർ വയ്ക്കണമായിരുന്നു, അല്ലെങ്കിൽ വന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലങ്ങൾ ആരോഗ്യ വകുപ്പിന് കീഴിലുണ്ട്. അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ലക്ഷ്യത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് മാറി. ഇവിടെ ഞാൻ എൻ്റെ ഒരു സംശയം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ചുമ്മാ ചോദിക്കുന്നതാ. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഡിവൈഎഫ്ഐയുടെ ഓരോ പൊതിച്ചോറും കൊടുക്കുന്നത് അവർ അത്രത്തോളം സ്നേഹത്തോടെയും
അവരത്രത്തോളം ആഗ്രഹിച്ചുമാണ്, അവർക്കൊരു ബുദ്ധിമുട്ടോടെ ഉണ്ടാവുന്നില്ല. നമുക്കത് എത്രത്തോളം ശതമാനം കണക്ക് പറയാൻ പറ്റും? 100% എന്ന് പറയാൻ പറ്റുമോ? 100%-ഓളം തീർച്ചയായിട്ടും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. 100%-ഓളം ആളുകളും അത്രയും താല്പര്യത്തോടെ അത്രയും ഇഷ്ടത്തോടെ കൊടുക്കുന്നതായിരിക്കുമോ ഈ പൊതിച്ചോറ്? ഞാൻ പറയാം, ഓരോ വീടുകളിൽ നിന്നാണല്ലോ ശേഖരിക്കുന്നത്. അതെ. അപ്പോൾ എല്ലാ വീട്ടിലായാലും ഓരോരുത്തരും ജോലിക്ക് പോകുന്ന ആളുകളാണ്, ഓരോ കാര്യങ്ങൾക്കായിട്ട് പോകുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം അവർക്ക് പൊതിച്ചോറ് ഇടാൻ പറ്റിയെന്ന് വരില്ല, ആ വീട്ടിൽ നിന്ന് വേണ്ടെന്ന് വെക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ചില വീടുകളിൽ അവർക്ക് പറ്റില്ല, അയ്യോ ഇന്നത്തേക്ക് ഞാനൊന്നും കരുതിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അരി ഇട്ടത് ധൃതിക്ക് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വരാലോ. വിഷ്ണു, 10-15 യൂണിറ്റുകൾ ചേർന്നിട്ടായിരിക്കും 1000 അല്ലെങ്കിൽ 1000-ന് അധികം ഈ പൊതിച്ചോറുകൾ കളക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനും വിഷ്ണു ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും DYFI എന്നല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പൊതിച്ചോറ് ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കുകയാണ്. അവർ പറയുകയാണ് ഞങ്ങൾക്ക് അസൗകര്യമുണ്ട്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ശരി ചേച്ചി, അല്ലെങ്കിൽ ശരി ഏട്ടാ, വേണ്ട എന്ന് പറഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോകും. അങ്ങനെ ഇതൊരു നിങ്ങൾ ഏതെങ്കിലും ഒരു DYFIക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിതിനെ പ്രശ്നമുള്ള ഒരു കാര്യമായിട്ടോ ഞങ്ങൾക്കിതൊരു ബാധ്യതയായിട്ടോ ഒന്നും ആരും പറയില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് ഒരു പക്ഷേ വർഷത്തിൽ 1-2 തവണയൊക്കെ ഓരോ കമ്മിറ്റികളും ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. വർഷത്തിൽ 1-2, ചുരുങ്ങിയതൊരു 3 തവണയൊക്കെ വേണ്ടി വരുള്ളൂ. ആ രീതിയിലാണ്, അത്രയും ദിവസങ്ങൾ ബാക്കി കമ്മിറ്റികളൊക്കെ ഇത് കൊടുക്കാനായിട്ട് മുന്നിലുണ്ട്. അപ്പോൾ ഇതൊരു ബാധ്യതയല്ല, പകരം ഞാനൊരു ബാധ്യത എന്നല്ല ഉദ്ദേശം, ഒരിക്കലും അത് ബാധ്യതയായിട്ട് ഞാനും കാണുന്നില്ല. അല്ല, ഇടയ്ക്കെങ്കിലും അസൗകര്യം ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ ദിവസവും നമ്മൾ തുടർച്ചയായിട്ട് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വർഷത്തിൽ 1-2 തവണയൊക്കെ കൊടുക്കുന്നില്ലേ. അതിലിപ്പോൾ ഒരു വീട്ടിൽ അസൗകര്യം ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ ചോദിക്കും. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും ഇതില്ലല്ലോ. 1-2 വർഷമൊക്കെ ഓരോ പ്രദേശത്തേക്ക് എത്തുകയുള്ളൂ. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയാകും. ഓക്കെ, എന്തായാലും മുരളീധരൻ നമ്മളുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇനി കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ പോവുകയാണ്, എന്തായാലും DYFIക്ക് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലേ, അന്നദാനം എന്ന് പറയുന്ന അതിൽ വലിയ ദാനമില്ല. ഇപ്പോൾ ഏതൊരു കാര്യമായാലും നമ്മൾ എന്തും നമുക്ക് വേണ്ടാന്ന് പറയാം അല്ലേ, അങ്ങനെയല്ല, മനുഷ്യൻ എന്ത് കിട്ടിയാലും വേണ്ടാന്ന് പറയില്ല അല്ലേ. ഇപ്പോൾ ഒരു പണം കിട്ടിയാൽ എനിക്ക് ഇനിയും പണം വേണമെന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് ബൈക്ക് കിട്ടിയാൽ എനിക്ക് ഇനിയും ബൈക്ക് വേണമെന്ന് പറയും, കാറ് കിട്ടി ഇനിയും വേണമെന്ന് പറയും അല്ലേ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയും. പക്ഷേ മനുഷ്യൻ മതി എന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഭക്ഷണമാണ് അല്ലേ. അപ്പോൾ അതാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ, മനസ്സ് നിറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് നിറഞ്ഞു എന്ന് ആദ്യമായി മനുഷ്യനൊരു കാര്യം പറയുന്നത് അത് ഭക്ഷണത്തിൻ്റെ പേരിലാണ്, ഭക്ഷണമാണ് പറയുന്നത്. ആ ഭക്ഷണം കൊടുക്കുന്ന, അത് സാധാരണക്കാരൻ്റെ വയറിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് നിറയ്ക്കുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് ഇവിടെ DYFI ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം നിലപാടുകൾ എങ്ങനെയായിരിക്കും ഈ ഒരു സമൂഹത്തെ, എങ്ങനെയാണ് കമ്മ്യൂണിറ്റി കിച്ചണിലേക്കൊക്കെ എങ്ങനെയായിരിക്കും ഇതിനെ എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് വഴിയെ കാണേണ്ടി വരും.